ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായി സന്തോഷമായിരിക്കണം. ഇത് കുറച്ച് ദിവസത്തിന് മുമ്പ് എടുത്തൊരു കുഞ്ഞു വളയിടൽ ചടങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചിയാണ് ഈ വന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോണത് നാണം കൊണ്ട്. അപ്പോൾ ചേച്ചിയുടെ മകളുടെ ചടങ്ങാണ് നടക്കുന്നത് ഇവിടെ. ചേച്ചിയുടെ മകളുടെ കല്യാണം ആണ് ഈ വരുന്ന തിങ്കളാഴ്ച. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ബന്ധുക്കളെല്ലാം വന്ന് ഇരിപ്പുണ്ട്. ചെറുക്കനെയും കൂട്ടരെയും കാണാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പെണ്ണിൻ്റെ അച്ഛൻ. അപ്പോൾ അണ്ണനും ടെൻഷനിൽ നടക്കുകയാണ്. എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ കുറച്ച് വെള്ളമൊക്കെ നമ്മൾ കൊടുക്കണമല്ലേ വരുമ്പം, അതിനുള്ള പരിപാടിയൊക്കെ അവിടെ ചേച്ചി നോക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നു. അപ്പോൾ അവർക്കുള്ള വെള്ളമൊക്കെ ആൾക്കാർ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും എന്നെ കണ്ടപ്പോൾ ഒന്ന് കളിയൊക്കെ ആക്കിയേട്ടാ ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ട്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ വളയിടൽ ചടങ്ങിലോട്ട് പോയി. അപ്പോൾ വളയിടൽ ചടങ്ങിന് നാത്തൂനാണ് കേട്ടോ ആ ബൊക്കെ മറ്റേ കൂടെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഗിഫ്റ്റ് എന്തോ കൊണ്ടുവന്നിട്ട് ഇപ്പുറത്ത് നിൽക്കുന്നത് അമ്മാവി. അപ്പോൾ ഒരു ഈശ്വര പ്രാർത്ഥനയോടെ നമ്മളുടെ കാര്യചടങ്ങിലേക്ക് പോയി. അപ്പോൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഗാനവും പാടി ബൈബിള് വായനയും നടത്തി. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഈശോയെ നമ്മൾ മധ്യത്തിൽ കൊണ്ടുവരണം, എന്നാലേ നമുക്ക് കാര്യങ്ങളെല്ലാം മംഗളകരമായി നടക്കുകയുള്ളൂ. അതാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി നാത്തൂന് ഗിഫ്റ്റ് നമ്മുടെ ചേച്ചിയുടെ മകളുടെ കയ്യിൽ കൊടുക്കുന്ന ചടങ്ങാണ് ആദ്യം നടത്തുന്നത്. അപ്പോൾ ഒന്ന് ഒതുങ്ങി നിന്ന സമയത്ത് ഫോട്ടോ എടുക്കണ്ടേ നമുക്ക് ആൽബത്തിലൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യങ്ങളല്ലേ. ചേച്ചിയുടെ വീട്ടിലെ ആദ്യത്തെ ചടങ്ങാണ് ഈ കാര്യം. അപ്പം സഹോദരി ബുക്ക് കൊടുക്കാൻ നേരത്ത് പെണ്ണിൻ്റെ അമ്മേനെ കണ്ടില്ല. അപ്പോൾ അമ്മേനെയും കൂടെ ഒന്ന് വിളിച്ച് അടുത്ത് നിർത്തിയതിന് ശേഷമാണ് ബൊക്ക കയ്യിൽ കൊടുക്കുന്നത്. ബൊക്കയിൽ ഗിഫ്റ്റ് കയ്യിൽ കൊടുക്കുന്നത്. അത് വാങ്ങിച്ചതിന് ശേഷം അപ്പോൾ എല്ലാവരും കൈയടിച്ചു. അപ്പോൾ അതിന് ശേഷമാണ് ചെറുക്കൻ്റെ അമ്മ അവൾക്ക് വള ഇട്ട് കൊടുക്കണത് കയ്യിൽ. അപ്പോൾ നമ്മളെല്ലാം കാത്തിരുന്ന ആ മുഹൂർത്തം ഇപ്പോൾ ഇവിടെ സംഭവിച്ചു. അപ്പം വളയൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പരസ്പരം നോക്കി ചിരിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങളുടെ മൃദുലക്കുട്ടിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതിനുശേഷം എല്ലാവരെയും വിളിച്ച് നിർത്തി ഇങ്ങനെ ഫോട്ടോ എടുക്കണ പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി തുടങ്ങി. ഇതാണ് എൻ്റെ ചേച്ചിയുടെ കുടുംബം. അപ്പോൾ ചെറുക്കൻ്റെ കുടുംബം ഉണ്ട്. ഇനി ചെറുക്കൻ്റെ കുടുംബമാണ് ഈ കാണുന്നത്. അപ്പം ചെറുക്കൻ്റെ അനിയത്തി, ഭർത്താവ് ഒക്കെയാണ്, അമ്മ ഒക്കെയാണ് ആ കുടുംബം കണ്ട് നിർത്തിയാണ് ഫോട്ടോ എടുത്തത്. അതിന് ശേഷം ഞാൻ വന്ന് എൻ്റെ ജോലിയിലേക്ക് പോയി. ഇപ്പോൾ എൻ്റെ നാത്തൂനെയും അമ്മേനെയും വലിയമ്മേനെയും ഒക്കെ ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഫുഡ് വിളമ്പാൻ വേണ്ടി അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് നമ്മൾ ടെറസിൻ്റെ ഉയരാണ് ഫുഡ് വിളമ്പാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി കുറച്ച് പേര് ഫുഡ് കഴിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ വെളിയിൽ അകത്തുമായിട്ടൊക്കെ ഇരിപ്പുണ്ട്. സെക്ഷനായിട്ടല്ലേ നമുക്ക് ഫുഡ് വിളമ്പാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് വിളമ്പണ സ്ഥലത്ത് ഞാൻ വന്ന് നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കേണ്ട തയ്യാറെടുപ്പാണ്. അപ്പോൾ ബിരിയാണിയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ യാത്ര ചോദിക്കാൻ പോകണമല്ലോ. അപ്പോൾ ആ സമയത്ത് ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുമല്ലോ. കല്യാണത്തിൻ്റെ ഡേറ്റ് എന്ന് വെക്കണം, എത്രാം തീയതി എന്നൊക്കെ സംസാരിക്കണം. ആ ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ചെറുക്കൻ്റെ ഭാഗത്തുള്ള ബന്ധു അതിനെക്കുറിച്ച് പറയാണ്. ഇന്ന ദിവസം കല്യാണം വയ്ക്കാം, നമുക്ക് നിങ്ങളൊന്ന് ആലോചിക്കുക എന്നൊക്കെ സംസാരിക്കുകയാണ്. അപ്പം പെണ്ണിൻ്റെ അച്ഛൻ തലയൊക്കെ ആട്ടുന്നുണ്ട്, സമ്മതമൊക്കെ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ പോണ സമയത്ത് ഒരു ചടങ്ങുണ്ട്. അളിയങ്കാരന് എന്തെങ്കിലും ഗിഫ്റ്റ് കയ്യിൽ കൊടുക്കണമെന്ന്. അപ്പോൾ ആ ചടങ്ങിന് നമ്മൾ ശ്രീകുട്ടനെ നമ്മൾ വിളിക്കും. അങ്ങനെ എല്ലാവരോടും യാത്ര ചോദിച്ച് ഓരോരുത്തരും ഇത് ഇറങ്ങുകയാണ്. അപ്പോൾ പെണ്ണിനോട് ചെറുക്കനും യാത്ര ചോദിച്ച് ആ സമയത്ത് നമ്മുടെ ശ്രീകുട്ടൻ വരും കേട്ടോ. വന്ന് ചെറുക്കൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പം ഇറങ്ങുന്ന സമയത്ത് അളിയനും കൂടെ
അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈ കോർത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് ആണ് പോണത്. അപ്പം നമ്മളെല്ലാവർക്കും ഭയങ്കര സന്തോഷമായ കാര്യമായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അപ്പം പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയോ തമാശകളൊക്കെ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഞാനും ചേച്ചിയും എൻ്റെ അനിയത്തി, ചേച്ചിയുടെ ഭർത്താവിൻ്റെ ചേട്ടന്മാരെല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളും അവരുടെ കൂടെ തന്നെ നടന്നു റോട്ടിൽ വന്ന് നിന്ന്. അപ്പം നമ്മുടെ റോട്ടിൽ വണ്ടി ഇടാൻ വേണ്ടി ഇത്തിരി സൗകര്യക്കുറവൊക്കെയാണ്. വണ്ടി ഇത്തിരി ദൂരോട്ടൊക്കെയാണ് കൊണ്ട് ഇടണത് കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ വന്ന് വണ്ടിയിലൊക്കെ കയറിയിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ പോയി. ഇതൊക്കെ നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചെറുക്കെന്താ കാറിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ കാണണമെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെറുക്കനും വണ്ടിയിൽ, കാരണം ചെറുക്കനും ചെറുക്കൻ്റെ സഹോദരിയും അളിയനും ഒക്കെയാണ്, അമ്മയും അച്ഛനും ഒക്കെ ഒരു വണ്ടിയിലാണ് കയറിയത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്, ചാക്കയിലാണ്, നമ്മുടെ വലിയതുറയിൽ നിന്ന് ചാക്കയിൽ ഒരു 10-20 മിനിറ്റ് വേണ്ട നമുക്ക് ഇവരുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറി, വണ്ടിയുടെ ഡോറൊക്കെ അടച്ച്. അപ്പം വീണ്ടും ഞാൻ കൂട്ടുകാരോട് പറയണം, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഒരു ലൈക്ക്, ഒരു ഷെയർ, സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ടാറ്റാ.